ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം. ട്രാവൽ ഷൂട്ടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എത്തി നിൽക്കുന്നത് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനുകളിൽ ഒന്നാണ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 25 കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വരുന്നവർ ബാലരാമപുരത്ത് നിന്നും വഴിമുക്കിലൂടെ തിരിഞ്ഞു വന്നാൽ മതിയാവും. നാൽപ്പത് ഏക്കറോളം വരുന്ന ബൊട്ടാണിക്കൽ ഗാർഡനിൽ 2 ഏക്കറോളം റോസയ്ക്ക് മാത്രമായി തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. ചെടികൾ മാത്രമല്ല, ഒരു കൃഷിക്ക് ആവശ്യമായ സകല ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാകും. ജൈവവളങ്ങളും ചെടിച്ചട്ടികളും, അങ്ങനെ ഒരു കൃഷി ചെയ്യാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം തന്നെ ഈ ഗാർഡനിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാം. ചെടികൾ മാത്രമല്ല, തെങ്ങ്, കവുങ്ങ്, അരുളി അങ്ങനെ തുടങ്ങിയ ഒരുപാട് വൃക്ഷങ്ങളുടെ തൈകൾ ഇവിടെ ലഭ്യമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ചെറിയ ചെറിയ സസ്യങ്ങളും ചെടികളും തൊട്ട് പേരറിയാത്ത പല പല ചെടികളും ഞാനിവിടെ കണ്ടു. അതിലെല്ലാത്തിനും ചിലതിലൊക്കെ വിലയൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് അരുളിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിൻ്റെ റേറ്റ് 8000 ആണ്. പക്ഷെ ഇത് അരുളിയാണോ അല്ലേ എന്നെനിക്ക് ഉറപ്പില്ല കേട്ടോ. എന്തായാലും ഇതിൻ്റെ റേറ്റ് 8000 ആണ്. ഇത് 7000 ആണ്. ഇങ്ങനെ ചിലതിലൊക്കെ റേറ്റുകൾ എഴുതിയിട്ടിട്ടുണ്ട്. 7000-നും 8000-നും നിൽക്കുന്ന അതേ ചെടി തന്നെയാണ് ഈ നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ റേറ്റ് വരുന്നത് 10000 ആണ്. എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഒരു ശിഖരം എക്സ്ട്രാ ഉണ്ട്. എനിക്കറിയില്ല എന്താണിത് ഇത്ര എക്സ്ട്രാ റേറ്റ് വരാനുള്ള കാര്യം. എന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ റേറ്റ് 10000 കേട്ടോ. ആയില്ലേ നാളുണ്ടെങ്കിലേ വീട്ടിൽ മുള വയ്ക്കുന്നത് നല്ലതാണെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോ. ഇവിടെ മുളയും ഈറ്റയും അങ്ങനെ തുടങ്ങി നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കൊണ്ടുപോകാം കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിലെ കുളത്തിലെ ആമ്പല് വിരിഞ്ഞ് നിൽക്കണം. വെള്ള ആമ്പല്, ചുവന്ന ആമ്പല്, ഇങ്ങനെയൊക്കെയല്ലേ പറയാം. ഓരോ ആമ്പലിനും ഓരോ പേരൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയോ? വൈറ്റ് പിയോണി, എന്തൊക്കെയോ വായിക്കൊള്ളാത്ത പേരുകളാണ്. ഇങ്ങനെ കുറേ ഒരു ആമ്പലിൻ്റെ വലിയൊരു കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതിൻ്റെ പേരാണ് ഗ്രീൻ ആപ്പിൾ. ഒരുതരം മത്ത് പിടിപ്പിക്കുന്ന ഗന്ധമാണ് കേട്ടോ ഇതിനുള്ളത്. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന താമര ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. വൈറ്റ് ഡഫ് ഓർ വിഡ് ഡഫ്, എന്താ ഐഡിയകളെന്ന് അറിയാൻ വയ്യ. ഇതാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത്. ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ആമ്പല്. ഗാർഡൻ എന്ന് പറയുമ്പോൾ ഒരു കുളം നിർബന്ധമാണല്ലോ. ഒരു കുളമുണ്ട്, അതിൽ നിറയെ മീനും ഉണ്ട്.
കാട്ടിലും നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ ഉള്ള ചെടികൾ തുടങ്ങി നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ഒരുപാട് ചെടികളുടെ വിവിധ വൈവിധ്യങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ അതൊക്കെ കണ്ടറിയുന്നതാണ്. ഇവിടെ വന്നിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ചെടിയാണ് കേട്ടോ. ഇത് വളർന്നു വരുമ്പോൾ ഒരു ഷേപ്പിലാണ് അത് വളർന്നു വരുന്നത്, പക്ഷേ അവരതിനെ ഇങ്ങനെ വളർത്തിയെടുക്കുന്നതാണ്. വളർന്നു വരുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കമ്പിയൊക്കെ ഇറക്കി വെച്ച് അവർ ഈ ഷേപ്പിൽ അതിനെ എങ്ങനെയോ ആക്കിയെടുക്കുന്നതാണ്. പക്ഷേ അത് കൊള്ളാം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് കണക്കാണ് ഇതിൻ്റെ ഇലകൾ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്ന രീതി നോക്കിയേ, ഒരു റൗണ്ട് ഷേപ്പിൽ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സംഭവങ്ങളാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ചെടികൾ മാത്രമല്ല, ചെടികൾ നടാൻ ആവശ്യമായ പോട്ടുകൾ നമുക്കിവിടെ കിട്ടും. പല സൈസിലും പല ആകൃതിയിലുമുള്ള വിവിധതരം പോട്ടുകളുണ്ട്. ചെറിയ റേറ്റ് മുതൽ നല്ല റേറ്റുള്ളവ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സും ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സകല സാധനങ്ങളും, ചെടിച്ചട്ടി, ഫിഷ് ടാങ്ക് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ ആവശ്യമുള്ളവർ വന്ന് നോക്കി നടന്ന് കണ്ട് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.